ശാന്തി 7-6-70 അവ്യക്ത മഹാവാക്യങ്ങളുടെ തുടർച്ച. കോയി ഭി ബാത്ത് ഹോ പഹലെ ഹാഞ്ചി. ഏത് കാര്യമായിരുന്നാലും ആദ്യം ഹാഞ്ചി എന്ന് തന്നെ പറയണം എന്നാ ബാബ പറയുന്നത്. ഹാഞ്ചി ഹാഞ്ചി कहना ही दूसरे के संस्कार को सरल बनाने का साधन है. ഈ ഹാഞ്ചി ഹാഞ്ചി എന്ന് പറയുന്നത് തന്നെയാണ് മറ്റുള്ളവരുടെ, അതായത് മറ്റൊരാളിൻ്റെ സംസ്കാരത്തെ സരളമാക്കുന്നതിനുള്ള മാർഗം. സമझ? ബാബ ചോദിക്കാൻ മനസ്സിലായോ? सुनाया था वर्तमान समय जो कर्म कर रहे हो वह भविष्य के लो बन रहे हैं. ബാബ നേരത്തെയും കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു, വർത്തമാന സമയത്ത് നിങ്ങൾ എന്ത് കർമ്മമാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഭാവിയിലേക്കുള്ള നിയമമാകുകയാണ്. ആപ് സബി കാ കർമ്മ ഭവിഷ്യ കാ ലോ ഹെ. നിങ്ങളുടെ എല്ലാവരുടെയും കർമ്മം ഭാവിയിലേക്കുള്ള നിയമമാണ്. जो लो मेकर्स होते हैं वह सोच समझकर शब्द निकालते हैं. ആരാണോ ലോ മേക്കേഴ്സ് അവർ വളരെ ആലോചിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ പറയുകയുള്ളൂ. क्योंकि उनका एक एक शब्द भविष्य के लिए लो बन जाता है. എന്തുകൊണ്ടെന്നാൽ അവരുടെ ഓരോരോ ശബ്ദവും ഭാവിയിലേക്ക് നിയമമായി തീരുകയാണ്. അപ്പം ബാബ ഹാഞ്ചി ഹാഞ്ചി എന്ന് തന്നെ പറയണം എന്ന് പറയുന്നതിൻ്റെ കാരണം നമ്മുടെ മുഖത്തു നിന്ന് വരുന്ന ഓരോ ശബ്ദങ്ങളും ഇപ്പോഴത്തേത് അത് ഭാവിയിലേക്ക് നിയമമായി തീരുകയാണ്. കാരണം നമ്മൾ ലോ മേക്കേഴ്സാണ്. അപ്പം നിയമം ഉണ്ടാക്കുന്നവരുടെ ഭാഗത്തു നിന്ന് വളരെ ആലോചിച്ച് വളരെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ മുഖത്തിൽ നിന്ന് ശബ്ദങ്ങൾ വരാൻ പാടുള്ളൂ. കാരണം അല്ല എങ്കിൽ അത് നിയമമായി തീരുന്നത് കൊണ്ട് തെറ്റാണെങ്കിൽ അത് ബാക്കി എല്ലാവരും അത് ഫോളോ ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ബാബ പറയുന്നത് ലോ മേക്കേഴ്സ് വളരെ ആലോചിച്ച് ശ്രദ്ധിച്ച് വേണം തൻ്റെ മുഖത്തിൽ നിന്ന് ശബ്ദങ്ങളെ കൊണ്ടുവരാൻ എന്ന് പറയുകയാണ്. सभी के हर संकल्प भविष्य के लो बन रहे हैं. ശബ്ദങ്ങൾ മാത്രമല്ല, ഓരോരുത്തരുടെയും ഓരോ സങ്കല്പം പോലും ഭാവിയിലെ നിയമമായിക്കൊണ്ടിരിക്കുകയാണ്. तो कितना ध्यान देना चाहिए. അപ്പോഴെത്ര ശ്രദ്ധ കൊടുക്കണം സങ്കല്പത്തിൻ്റെ മേലും ശബ്ദത്തിൻ്റെ മേലും എന്ന് ബാബ ചോദിക്കുകയാണ്. अभी तक एक बात को पकड़ते हैं दूसरी बात छूट जाती है. അതിപ്പോൾ നടക്കുന്ന ഇങ്ങനെയാണ് കുട്ടികളുടെ പുരുഷാർത്ഥം. ഒരു കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ മറ്റേ കാര്യം വിട്ടുപോകുന്നു. ലേക്കിൻ ദോനോ ഹി ബാത്തേ യാദ് രഹേ. എന്നാൽ രണ്ട് കാര്യങ്ങളും എപ്പോഴും ഓർമ്മയിലുണ്ടാകണം. അപ്പം ബാബ പറയാം, നമ്മുടെ സങ്കല്പങ്ങളായിരുന്നാലും ശബ്ദങ്ങളായിരുന്നാലും എല്ലാം തന്നെ വളരെ ശ്രദ്ധ കൊടുത്തിട്ട് നമ്മൾ പറയാൻ പാടുള്ളൂ എന്നാണ്. कभी विधि को पकड़ते हैं तो विधान को छोड़ देते हैं. ചിലപ്പോൾ വിധിയെ മുറുകെ പിടിക്കുമ്പോൾ വിധാൻ വിട്ടുപോകുന്നുണ്ടെന്ന്, നിയമം നമ്മൾ വിട്ടുപോകുന്നുണ്ട്. കബ് വിധാൻ കോ പക്കടത്തെ ഹേ തോ വിധി കോ ഛോഡ് ദേത്തെ ഹേ. ചിലപ്പോൾ നിയമത്തിൽ ഉറച്ചു നിൽക്കുന്നു, പക്ഷെ വിധി ആ രീതി അങ്ങ് വിട്ടുപോകുന്നു, മറന്നുപോകും. ലേക്കിൻ विधि और विधान दोनों के साथ ही विधाता की याद आती है. എന്നാൽ വിധിയും വിധാനോടൊപ്പമാണ് വിധാതാവിൻ്റെ ഓർമ്മ വരുന്നത്. ഒന്നുണ്ട് വിധി, രണ്ടാമത്തത് വിധാൻ, മൂന്നാമത്തത് വിധാതാവ്. വിധി, വിധാൻ, വിധാതാവ്. അതിൽ നിയമമുണ്ട്, പിന്നെ ബാബ വിധാതാവാണ്. अगर विधाता ही याद रहे तो विधि और विधान दोनों ही साथ स्मृति में रहेगा. അപ്പം ബാബ പറയുകയാണ്, വിധാതാവിനെ തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ
പിന്നെ സ്വാഭാവികമായിട്ടും വിധിയും വിധാനവും ഓർമ്മയിൽ വരും. അതിൻ്റെ രീതി നമുക്ക് ഓർമ്മയിൽ വരും, നിയമങ്ങളും ഓർമ്മയിൽ വരും, വിധാതാവിൻ്റെ ഓർമ്മയുണ്ട് എങ്കിൽ. लेकिन विधाता भूल जाता है तो एक चीज़ छूट जाती है. ബാബ പറഞ്ഞ വിധാതാവിനെ മറക്കുകയാണല്ലോ, അപ്പോൾ പിന്നെ ഒരു കാര്യം വിട്ടുപോയല്ലോ. विधाता की याद में रहने से विधि और विधान दोनों साथ रहते हैं. വിധാതാവിൻ്റെ ഓർമ്മയുണ്ട് എങ്കിൽ വിധിയും വിധാനവും ഒപ്പം ഉണ്ടായിരിക്കും. विधाता को भूलने से कभी विधान छूट जाता है तो कभी विधि छूट जाती है. വിധാതാവിനെ മറക്കുന്നത് കൊണ്ട് ചിലപ്പോൾ വിധാൻ വിട്ടുപോകും, ചിലപ്പോൾ വിധി വിട്ടുപോകും. जब दोनों साथ रहेंगे तब सफलता गले का हार बन जाएंगे. എപ്പോഴാണോ ഇത് രണ്ടും ഒപ്പം ഉള്ളത് അപ്പോൾ വിജയം കഴുത്തിൽ മാലയായിത്തീരും. അച്ഛാ ആജ് ബഹുത് ശിക്ഷ ദീ ഹെ. ബാബറിന് ഇന്ന് കുട്ടികൾക്ക് ബാബ വളരെയധികം ശിക്ഷണം തന്നു എന്ന്. യഹ് സ്നേഹ് ഹെ, ഇത് ബാബയുടെ സ്നേഹമാണ്. ക്യോങ്കി ബാപ് ദാദാ സമാൻ ബനാനേ ചാഹത്തെ ഹെ. കാരണം ബാബയുടെ ആഗ്രഹം കുട്ടികളെ ബാബയ്ക്ക് സമാനമാക്കി എടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ബാബ വളരെ സ്നേഹത്തോടെ വളരെയധികം ശിക്ഷണം കുട്ടികൾക്ക് തരുന്നത്. ഹാജി ഹാജി എന്ന് തന്നെ കുട്ടികളുടെ മുഖത്ത് നിന്ന് വരണം. അതായത് കാരണം നമ്മുടെ ശബ്ദങ്ങൾ നിയമമായി തീരുകയാണ് ഭാവിയിലേക്ക്. അതുപോലെ തന്നെ നമ്മുടെ സങ്കല്പങ്ങളും. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മുടെ സങ്കല്പങ്ങളും ശബ്ദങ്ങളും വരാൻ, കാരണം നമ്മൾ ലോ മേക്കേഴ്സാണ്. പിന്നെ അടുത്തത് ബാബ പറഞ്ഞത്, അതായത് കുട്ടികൾ വിധാതാവിൻ്റെ ഓർമ്മയിൽ തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ വിധിയും വിധാനവും ഒപ്പം ഉണ്ടാകും. വിധാതാവാകുന്ന ബാബയെ മറക്കുകയാണെങ്കിൽ ചിലപ്പോൾ വിധി മറന്നുപോകും, ചിലപ്പോൾ വിധാൻ മറന്നുപോകും. അപ്പോൾ വിജയം ഉണ്ടാകണം ഓരോ കാര്യത്തിലും എങ്കിൽ വേണ്ടത് വിധിയും വിധാനവും ഒപ്പം വേണം. അതിൻ്റെ രീതിയും നമ്മൾ അറിഞ്ഞിരിക്കണം, നിയമവും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് വിട്ടു പോവുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന അത്ര വിജയം ഉണ്ടാകുന്നില്ല. അപ്പോൾ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ സദാ വിധാതാവാകുന്ന ബാബയുടെ ഓർമ്മയുണ്ട് എങ്കിൽ വിധിയും വിധാനം നമ്മളോടൊപ്പം ഉണ്ടാകും. അതാണ് ബാബ നമ്മളെ ഓർമ്മിപ്പിച്ചത്. അപ്പോൾ ബാബ പറയുന്നത് കുട്ടികൾക്ക് വളരെയധികം ബാബ ശിക്ഷണം തന്ന് വളരെ സ്നേഹമുണ്ടല്ലോ. തന്നെയുമല്ല ബാബയ്ക്ക് മക്കളെ ബാബയ്ക്ക് സമാനമാക്കാനാണ് താല്പര്യം. സമാൻ ബനാനേക്കാ സാധൻ സ്നേഹ ഹുവാന. കുട്ടികളെ ബാബയ്ക്ക് സമാനമാക്കണം, അതിനുള്ള മാർഗം സ്നേഹം തന്നെയാണല്ലോ. കുമാരിയോങ്ക പേപ്പർ തോ അബ് ലേനാ ഹെ. കുമാരിമാരോടാണ് ബാബ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറയുകയാണ് കുമാരിമാരെ ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുകയാണ്. സാഹസ് കോ പ്രത്യക്ഷ രൂപമേ ലാനേ കെ ലിയേ സാഹസ് മേ ബഹുത് ബഹുത് ശക്തി ഭർണി ഹെ. അതായത് ഇപ്പോൾ വെച്ച ഈ സാഹസത്തെ പ്രത്യക്ഷ രൂപത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇതിനോടൊപ്പം വളരെ വളരെ ശക്തിയും കൂടി വേണം. സാഹസത്തിൽ ശക്തിയും വേണം എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. അബ് കിത്തനി ശക്തി ഭരി ഹേ ബഹു പേപ്പർ ലേങ്ക്. ഇപ്പോൾ എത്രമാത്രം കുട്ടികൾ ശക്തി വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പേപ്പർ ഉണ്ടായിരിക്കും, അതായത് പരീക്ഷയുണ്ടാവും, ടെസ്റ്റ് ചെയ്യുമെന്ന് പറയുകയാണ് ബാബ. എന്നാലല്ലേ അറിയാൻ കഴിയുള്ളൂ എത്രമാത്രം ശക്തി വന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ അവിടെ കുമാരിമാരോടുള്ള ബാബയുടെ മഹാവാക്യങ്ങൾ തീർന്നു. ഇനി അടുത്ത് ബാബ പാർട്ടിയോട് സംസാരിക്കുന്നതാണ്. जितना जितना अपने को सर्विस के बंधन में बांधते जाएंगे तो दूसरे बंधन छूटते जाएंगे. അപ്പോൾ എത്രമാത്രം സേവനത്തിൻ്റെ ബന്ധനത്തിൽ സ്വയം തന്നെ ബന്ധിക്കുന്നു അത്രയും മറ്റുള്ള ബന്ധനങ്ങളിൽ നിന്ന് മോചിതരാകും. ആ പൈസേ നഹീ സോച്ചോ कि यह बंधन छूटे तो सर्विस में लग जाए. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് ഈ ഒരു ബന്ധനം ഇല്ലാതായി കഴിഞ്ഞെങ്കിൽ അങ്ങ് സേവനത്തിൽ തന്നെ മുഴുകാമായിരുന്നു എന്ന്. ഐസേ നഹി ഹോങ്ക, അങ്ങനെ ഒരിക്കലും ഉണ്ടാകില്ല. ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പലരും അങ്ങനെയാണല്ലോ, ഇപ്പോൾ ജോലിയിൽ നിന്നൊക്കെ മുക്തമാകട്ടെ, അല്ലെങ്കിൽ റിട്ടയറായി തീരട്ടെ, അല്ലെങ്കിൽ അക്കാര്യം തീരട്ടെ, അപ്പോൾ പിന്നെ എനിക്ക് എപ്പോഴും സേവനം തന്നെ ചെയ്യാൻ പറ്റുമല്ലോ. ബാബ വളരെ സ്പഷ്ടമായിട്ട് പറയാണ് നടക്കുന്ന കാര്യമല്ല എന്ന്. അതായത് നിങ്ങൾ ബന്ധനത്തിൽ നിന്ന് ഫ്രീ ആയി കഴിഞ്ഞിട്ട് ബാബയുടെ സേവനം ചെയ്യുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, എത്രമാത്രം സേവനത്തിൻ്റെ ബന്ധനത്തിൽ സ്വയം ബന്ധിതരാകുന്നു അത്രയും ബന്ധനങ്ങൾ തനിയെ തന്നെ മറ്റുള്ളത് ഇല്ലാതായിക്കോളും. സർവീസ് കർത്തേരോ, ഭവന സേവനം ചെയ്തുകൊണ്ടേയിരിക്കും. ബന്ധൻ ഹോത്തേ ഹുയേ ഭി അപ്പനെ കോ സർവീസ് കെ ബന്ധൻ മേ ജോഡത്തെ ജാവും.
ബന്ധനങ്ങളുണ്ട് എങ്കിലും സ്വയം തന്നെ സേവനത്തിൻ്റെ ബന്ധനത്തിലേക്ക് യോജിപ്പിക്കൂ എന്ന് പറയുകയാണ്. സേവനം ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകൂ. യഹ് ജോഡിനഹി തോടിനഹി. ഈ രീതിയിൽ സേവനത്തിലേക്ക് സ്വയം ബന്ധിക്കുകയാണെങ്കിൽ, യോജിപ്പിക്കുകയാണെങ്കിൽ മറ്റെല്ലാം തന്നെ ഇല്ലാതായിക്കോളും, അത് മുറിഞ്ഞു പോകും, അറ്റുപോകുമെന്ന് പറയുകയാണ്. തോടിനേക്കെ ബാദ് ജോഡിന നഹി ഹോങ്ക. അല്ലാതെ ബന്ധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ബന്ധനങ്ങളില്ലാതായി കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഞാൻ ബാബയുടെ സേവനത്തിലെ കാര്യങ്ങൾ ചെയ്തോളാം, അത് ബാബ പറയാൻ നടക്കുന്ന കാര്യമല്ല എന്ന്. ജിത്തന ജോഡേങ്കി ഉത്തനാഹി ടൂട്ടേക. എത്രമാത്രം ബാബയുടെ സേവനത്തിൽ യോജിപ്പിക്കുന്നുണ്ടോ, ആ ഒരു ബന്ധനത്തിലേക്ക് വരുന്നുണ്ടോ, അത്രയും മറ്റ് ബന്ധനങ്ങൾ ഇല്ലാതാകും. ജിത്തന അപ്പനേക്കോ സർവീസ് മേ സഹയോഗി ബനായെങ്കിൽ ഉത്തനാഹി പ്രജ ആപ്കി സഹയോഗി ബനേങ്കി. നിങ്ങൾ എത്രമാത്രം സേവനത്തിൽ സഹയോഗിയാകുന്നുണ്ടോ അത്രയും പ്രജകളും നിങ്ങൾക്ക് സഹയോഗിയാകും. कोई भी कारण है तो उनको हल्का छोड़कर पहले സർവീസ് के मौके को आगे रखो. എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടെങ്കിൽ തന്നെ അതിനെയൊക്കെ ഒന്ന് ലൈറ്റായിട്ട് എടുത്താൽ മതിയെന്ന്. എന്നിട്ട് സേവനത്തിൻ്റെ സാഹചര്യ അവസരങ്ങളെ മുന്നിൽ വയ്ക്കൂ. എത്രമാത്രം സേവനത്തിൻ്റെ അവസരങ്ങൾ കിട്ടുന്നുണ്ടോ അത്രയും ഞാൻ ചെയ്യുക തന്നെ ചെയ്യുന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയോടെ ബാബ പറയണ കാര്യങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ ബാക്കിയുള്ള ബന്ധനങ്ങളൊക്കെ സ്വയമേ തന്നെ ഇല്ലാതായിക്കോളൂ എന്ന്. കർത്തവ്യക്കോ പഹലെ രഖ്ന ഹോത്ത ഹേ. കർത്തവ്യത്തിന് എപ്പോഴും മുൻതൂക്കം കൊടുക്കണോ, മുന്നിൽ അതാണ് വെക്കേണ്ടത്. കാരൺ ഹോത്തേ രഹേങ്കെ. കാരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ലേക്കിൻ കർത്തവ്യക്കെ ബൽസെ കാരൺ ഡീലേ പടി ജായെങ്കി. എന്നാൽ കർത്തവ്യത്തിൻ്റെ ബലത്തിലൂടെ കാരണങ്ങളൊക്കെ അഴിഞ്ഞുകൊണ്ടിരിക്കും, കാരണങ്ങളില്ലാതായിക്കോളും. കർത്തവ്യത്തിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. സേവനം വലിയൊരു കർത്തവ്യമാണ്. അപ്പോൾ ഭഗവാൻ ആ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ബാക്കി എല്ലാ കാരണങ്ങളും തനിയെ തന്നെ ഇല്ലാതായിക്കോളും. സേവനം എങ്ങനെ ചെയ്യണം അതിനുള്ള യുക്തി ബാബ പറയുകയാണ്. മാതാവോങ്കി ജോ സംഘടൻ ബനെ ഹുയേ ഹെ ഉന്മേ ഗുസ് ജാവും. അമ്മമാരുടെയൊക്കെ സംഘടനകളുണ്ടല്ലോ, അതിലേക്കൊക്കെ കയറി പോകണം സേവനത്തിന് വേണ്ടി എന്ന് ബാബു പറയാണ്. മെമ്പർ ബന്നെ സെ ഫിർ കയ്യോങ്കോ ആപ് സമാൻ ബനാനെ കാ ചാൻസ് മിലേഗ. ഇപ്പോൾ വനിതകളുടേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇതുണ്ടാകുമല്ലോ, കമ്മിറ്റികളൊക്കെ ഉണ്ടെങ്കിൽ ബാബ പറയുകയാണ് അതിലൊരു മെമ്പറാകാൻ. അങ്ങനെ മെമ്പറാകുകയാണെങ്കിൽ നിങ്ങൾക്ക് അകത്തുപോയി സേവനം ചെയ്ത് തനിക്ക് സമാനം മറ്റുള്ളവരെ ആക്കാൻ കഴിയുമല്ലോ. സമ്പർക്കമേ ആനേസേ ഹി ചാൻസ് മിലേഗ. സമ്പർക്കത്തിൽ വന്നാലല്ലേ അവസരം കിട്ടിയുള്ളൂ സേവനത്തിന്. അതായത് അവരുമായിട്ട് യോജിച്ച് പോയാലേ അവരുടെ സേവനം ചെയ്യാൻ പറ്റുള്ളൂ. अभी माताओं की संस्थाओं में आप लोगों का नाम बाला नहीं हुआ है. ബാബ പറയണ ഇപ്പോൾ അമ്മമാരുടെ സ്ഥാപനങ്ങളിൽ നിങ്ങളുടെ പേര് പ്രശസ്തമായിട്ടില്ല എന്ന്. കാരണം ഇന്ന് ലോകത്ത് വളരെയധികം വനിതാ സംഘടനകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെയൊന്നും പോയി സമീപിക്കുന്നില്ല. അവരെയൊക്കെ പോയി സമീപിച്ച് അവിടെ കിടന്ന് പറ്റി ബാബ പറയണ അവർക്ക് സർവീസ് ചെയ്യണം, അവരുടെ സേവനം ചെയ്യണം, എന്നാലല്ലേ പേര് വരികയുള്ളൂ. അതാണ് ചെയ്യണം എന്ന് ബാബ പറയുകയാണ്. പഹലെ ഗുപ്തവേഷമേ പാവ് രഖോ ഫിർ വഹ് തുമാരെ ബൻ ജായെങ്കി. ആദ്യം ഗുപ്തവേഷത്തിൽ നിങ്ങളൊരു ചുവട് വയ്ക്കൂ അവിടെ, പിന്നീട് അവർ നിങ്ങളുടേതായിത്തീരുമെന്ന്. ഇപ്പോൾ വെള്ളവസ്ത്രത്തിൽ തന്നെ പോയില്ലെങ്കിലും ഭവനൊരു ഗുപ്തവേഷധാരിയായിട്ട് അകത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോഴവർക്ക് മനസ്സിലാകും നമ്മൾ ആരാണ്. ഭടക്കി ഹുയി മാതാവും കോ രാഹ് ബത്താനി ഹേ. അലയുന്ന അമ്മമാർക്ക് വഴി കാണിച്ചു കൊടുക്കണം. तो फिर माताएं जो बिचारी सितम सहन करती हैं उन्हों को भी आप बचा सकेंगे. അമ്മമാരാരൊക്കെയാണോ ഈ സമയത്ത് പാവം കഷ്ടം സഹിക്കുന്നത് അവരെയും നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ കഴിയും. യജ്ഞത്തിൽ വന്നുകൊണ്ടിരിക്കുന്നതിന്, ബാബയുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നതിന് ആ സമയത്ത് വളരെയധികം കഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അമ്മമാർ. അതുകൊണ്ടാണ് ബാബ പറയുന്നത് അമ്മമാരുടെ സംഘടനകളിലേക്ക് നിങ്ങൾ പോയിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ ഈ അമ്മമാർ സഹിക്കുന്ന സഹനവും കുറയും. അപ്പോൾ അങ്ങനെ ഇറങ്ങി തിരിച്ച് സേവനം ചെയ്യൂ എന്ന് ബാബ പറയുകയാണ്. കൈ മാതായെ സഹാര ചാഹത്തി ഹേ ഉനോക്കോ സഹാര മിൽ ജായേഗ. വളരെയധികം അമ്മമാർ ഒരു തണൽ ആഗ്രഹിക്കുന്നുണ്ട്, അഭയം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കത് കിട്ടുകയും ചെയ്യുമല്ലോ. തോ യഹ് സർവീസ് കാ കമാൽ കർ ദിഖാവൂ. ഈ സേവനത്തിൻ്റെ അത്ഭുതം ചെയ്ത് കാണിക്കൂ.
ഫിർ ദേഖോ കിത്തനെ ഹാൻഡ്സ് മിൽത്തേ ഹെ. പിന്നെ നിങ്ങൾ നോക്കിക്കോളൂ എത്ര ഹാൻഡ്സ് കിട്ടും ബാബയുടെ സേവനത്തിന് എന്ന്. ബഹുത് സമയക്ക് യഹ് ബാത്ത് പ്രാക്ടിക്കൽ മേ ലാനി ഹെ. വളരെ സമയമായിട്ടുള്ള കാര്യമാണിത്, ഇപ്പോഴത് പ്രാക്ടിക്കൽ കൊണ്ടുവരണം എന്ന് ബാബ പറയുകയാണ്. ജൈസേ വഹ് അശലം ദേത്തേ ഹേന, ഏതുപോലെ അവർ അഭയം കൊടുക്കുന്നുണ്ടല്ലോ. വഹ് ഹെ അനാഥാശ്രം. ബാബണ് അത് പിന്നെ അനാഥാശ്രമമാണ്. യഹ്തോ സനാഥാശ്രം ഹേന. ബാബണ് ഇത് പിന്നെ അങ്ങനെ അനാഥർക്ക് അഭയം കൊടുക്കുന്ന ആശ്രമം അല്ലല്ലോ. ബാബണിത് സനാഥ ആശ്രമമാണ്. ബാബയുണ്ടല്ലോ നാഥനായിട്ട് നമ്മുടെ. അപ്പോൾ ഈ സനാഥ ആശ്രമത്തിലേക്ക് അമ്മമാർക്ക് അഭയം കിട്ടുമല്ലോ. അതുകൊണ്ട് കുട്ടികൾ ഇറങ്ങി അമ്മമാരുടെ സംഘടനകളിലൊക്കെ സേവനം ചെയ്യൂ. അത് നിങ്ങൾ എന്ത് സേവനമാണ് ചെയ്യുന്നത് എന്നവർക്ക് മനസ്സിലാവട്ടെ. ആ സ്നേഹവും ആ സഹനശീലതയൊക്കെ ഒന്ന് പ്രാക്ടിക്കൽ കാണിച്ചു കൊടുക്കൂ എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. ബാബ ചോദിക്കുകയാണ്, അവ്യക്ത സ്ഥിതിക്ക് അനുഭവം ഹോത്താ ഹെ. കുട്ടികൾക്ക് അവ്യക്ത സ്ഥിതിയുടെ അനുഭവം ഉണ്ടാകുന്നുണ്ടോ? एक सेकंड भी अव्यक्त स्थिति का अनुभव होता है तो उसका असर काफ़ी समय तक रहता है. ഒരു സെക്കൻഡെങ്കിലും അവ്യക്ത സ്ഥിതിയുടെ അനുഭവം ഉണ്ടാകുന്നുവെങ്കിൽ അതിൻ്റെ പ്രഭാവം വളരെ സമയം നിലനിൽക്കും. അവ്യക്ത സ്ഥിതിക്ക് അനുഭവം പവർഫുൾ ഹോത്താ ഹെ. അവ്യക്ത സ്ഥിതിയുടെ അനുഭവം വളരെ ശക്തിശാലിയാണ്. जितना हो सके उतना अपना समय व्यक्त भाव से हटाकर अव्यक्त स्थिति में रहना है. എത്രമാത്രം സാധിക്കുന്നു അത്രയും തൻ്റെ സമയം വ്യക്തബോധത്തിൽ നിന്ന് മാറ്റി അവ്യക്ത സ്ഥിതിയിൽ സ്ഥിതി ചെയ്യാൻ ശ്രദ്ധിക്കണം. ബാബ അവ്യക്ത സ്ഥിതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. ഒരു സെക്കൻഡെങ്കിലും അവ്യക്ത സ്ഥിതിയുടെ അനുഭവം ഉണ്ട് എങ്കിൽ അതിൻ്റെ പ്രഭാവം വളരെ സമയം നിലനിൽക്കും. അതുകൊണ്ട് ബാബു പറയുന്നത് കുട്ടികൾ വ്യക്തസ്ഥിതിയിൽ നിന്ന് സമയം കുറച്ച് മാറ്റി അവ്യക്ത സ്ഥിതിയിലേക്ക് വരുന്നതിന് വേണ്ടി പരിശ്രമിക്കൂ, പുരുഷാർത്ഥം ചെയ്യൂ എന്ന്. അവ്യക്ത സ്ഥിതി സെ സർവസങ്കൽപ്പ് സിദ്ധ ഹോ ജാത്തെ ഹെ. അവ്യക്ത സ്ഥിതിയിലൂടെ, അവ്യക്ത സ്ഥിതിയാണ് നമ്മുടേതെങ്കിൽ സർവസങ്കല്പങ്ങളും അവിടെ സിദ്ധമാകും, തെളിയും, വിചാരിക്കുന്നത് പോലെ കാര്യം നടക്കും. സ്ഥിതി അവ്യക്തമാണെങ്കിൽ इसमें मेहनत कम और प्राप्ति अधिक होती है. ഇതിൽ പരിശ്രമം കുറവും പ്രാപ്തി കൂടുതലുമാണ്. फिर चलते चलते और व्यक्त स्थिति में स्थित होकर पुरुषार्थ करने में मेहनत अधिक और प्राप्ति कम होती है. വ്യക്തഭാവത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് പുരുഷാർത്ഥം ചെയ്യുന്നതുകൊണ്ട് പരിശ്രമം കൂടുതലും പ്രാപ്തി കുറവുമാണ്. ഫിർ ചലത്തെ ചലത്തെ ഉലൻഷൻ ഓർ നിരാശ ആത്തി. പിന്നെ അങ്ങനെ പുരുഷാർത്ഥം ചെയ്ത് ചെയ്ത് ഭവന അസ്വസ്ഥതകളും നിരാശയും വരികയാണ്, വേദനിക്കുകയാണെന്ന്. പിന്നെ കാരണം വ്യക്തഭാവത്തിൽ ഇരുന്നുകൊണ്ടാണ് നമ്മുടെ പുരുഷാർത്ഥം മുഴുവനും. അതുകൊണ്ട് കൂടുതൽ വിജയം ഉണ്ടാകുകയില്ല. അപ്പോൾ പിന്നെ അസ്വസ്ഥതകൾ ഉണ്ടാകുകയാണ്, മനസ്സ് നിരാശയിലേക്ക് വരികയാണ്. അപ്പോൾ അതിൽ നിന്ന് മുക്തമാകുന്നതിനുള്ള എളുപ്പവഴിയാണ് ബാബു പറയുന്നത്, കുട്ടികളുടെ സ്ഥിതി അവ്യക്തമാക്കാൻ പഠിക്കും. അവ്യക്ത സ്ഥിതിയിൽ പരിശ്രമം കുറവും പ്രാപ്തി കൂടുതലുമാണ്. വ്യക്തസ്ഥിതിയിൽ പരിശ്രമം കൂടുതലും പ്രാപ്തി കുറവുമാണ്. അതുകൊണ്ടാണ് നമുക്ക് നിരാശയുണ്ടാകുന്നത്. इसलिए അവ്യക്ത സ്ഥിതി സെ സർവ പ്രാപ്തി കാ അനുഭവ ബഡാവും. അതുകൊണ്ട് അവ്യക്ത സ്ഥിതിയിലൂടെ സർവപ്രാപ്തിയുടെയും അനുഭവം വർദ്ധിപ്പിക്കും. അവ്യക്ത मूर्त को सामने देख समान बनने का प्रयत्न करना है. അവ്യക്ത മൂർത്തിനെ മുന്നിൽ വെച്ച് സമാനമാകുന്നതിനുള്ള പ്രയത്നം ചെയ്യണം. ജൈസ ബാപ്പ് വൈസേ ബച്ചി. എങ്ങനെയാണോ ബാബ അതേപോലെ കുട്ടികൾ, അച്ഛൻ എങ്ങനെയാണോ അതേപോലെ തന്നെ മക്കൾ. യഹ് സ്ലോഗൻ യാദ് രഖോ. ഈ സ്ലോഗൻ എപ്പോഴും ഓർമ്മയിൽ വയ്ക്കും.
അന്തർനഹു അന്തരം ഉണ്ടാകരുത്. അന്തർക്കോ അന്തർമുഖോക്കർ മിഠാന ഹെ അന്തരത്തെ അന്തർമുഖരായിട്ടില്ലാതാക്കണം. ബാപ്പ് കബ് നിരാശ ഹോത്തെ ഹെ ബാബ ചോദിക്കും, ഞാൻ എപ്പോഴെങ്കിലും നിരാശനാകാറുണ്ടോ? പരിസ്ഥിതിയോം സെ ഘബരാത്തെ ഹെ ബാബ പരിസ്ഥിതികളെ ഭയക്കാറുണ്ടോ? തോ ബച്ചേ ഫിർ ക്യോ ഘബരാത്തെ ഹെ പിന്നെ കുട്ടികൾ എന്തുകൊണ്ടാണ് പരിസ്ഥിതികൾ കാണുമ്പോൾ ഭയക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ബാബ. ज़्यादा परिस्थितियों का सामना करने का साकार सबूत भी देखा കൂടുതൽ പരിതസ്ഥിതികളെ നേരിട്ടത് ബ്രഹ്മബാബ സാകാരത്തിൽ നിങ്ങളത് കണ്ടതുമാണല്ലോ. എത്രമാത്രം പ്രശ്നങ്ങൾ ബാബയുടെ മുന്നിൽ വന്നു, അത്രയും പ്രശ്നങ്ങൾ ആരുടെയും മുന്നിൽ വന്നിട്ടില്ല. അപ്പോൾ ബാബ അത് നേരിട്ട് കാണിച്ചു, അല്ലാതെ നിരാശനാകുകയോ പരിഭ്രമിക്കുകയോ ഭയക്കുകയോ അല്ലല്ലോ ചെയ്തത്. അപ്പോൾ ബാബ പറയുക, കുട്ടികളും ഒരിക്കലും ഭയക്കാൻ പാടില്ല, നിരാശയിൽ വരാൻ പാടില്ല. എപ്പോഴും തൻ്റെ സ്ഥിതിയെ അവ്യക്തമാക്കുന്നതിൽ ശ്രദ്ധ കൊടുക്കൂ. എന്നാൽ മാത്രമേ നിരാശനാകാതിരിക്കാൻ പറ്റുള്ളൂ. सुनाया था ना कि सदैव यही याद रखो कि स्नेह में संपूर्ण होना है. എപ്പോഴും ഇത് ഓർമ്മയിൽ വയ്ക്കൂ, സ്നേഹത്തിലാണ് സമ്പൂർണ്ണമാകേണ്ടത്. ബാബയുള്ള സ്നേഹം കുറയരുത്, അതിൽ പൂർണ്ണത വേണം. കൊയ് മുഷ്കിൽ നഹി ഹെ ഒരു പ്രയാസവും ഇല്ല. ബാബയുടെ സ്നേഹം ഉണ്ടെങ്കിൽ പിന്നെ ഒരു പ്രയാസവും വരില്ല പുരുഷാർത്ഥത്തിൽ അല്ലെങ്കിൽ റിസൾട്ടിലാണ് ബാബ പറയുന്നത്. സ്നേഹക്കോ സുദുബുദ് രത്തി ഹെ സ്നേഹത്തിന് ഏതെങ്കിലും സ്ഥലകാലബോധം എന്തെങ്കിലും ഉണ്ടാവാറുണ്ടോ എന്ന് ചോദിക്കുകയാണ് ബാബ. ജബ് അപ്പനെ ആപ്കോ മിഠാഹി ദിയാ ഫിർ യഹ് മുഷ്കിൽ ക്യോ നിങ്ങൾ ഞാനെന്നുള്ളത് ഇല്ല നിങ്ങൾക്ക്, ആ ബോധമേ ഇല്ല എങ്കിൽ പിന്നെ ബാബ ചോദിക്ക് പ്രയാസങ്ങളൊക്കെ എന്തുകൊണ്ടാണ് തോന്നുന്നത്? മിഠാ ദിയാന് ബാബ ചോദിക്കുക, നിങ്ങൾ അങ്ങനെ ആയല്ലോ അല്ലേ? അതായത് ഞാനെന്നുള്ള ബോധമില്ല, എൻ്റെ എന്നുള്ള ബോധമില്ല, ആകെയുള്ളത് ഒരേ ഒരു ബാബയുടെ സ്നേഹം. പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രയാസമെന്നാണ് ബാബ ചോദിക്കുന്നത്. ജോ മിട്ട് ജാത്തേ ഹെ വഹ് ജൽ ജാത്തേ ഹെ എന്താണോ ഇല്ലാതാകുന്നത് എരിഞ്ഞു തീരുമെന്നാണ് ബാബ പറയുന്നത്. ജിത്തന അപ്പനേക്കോ മിഠാന ഉത്തനാഹി അവ്യക്ത രൂപസെ മിൽന എത്രമാത്രം സ്വയം തന്നെ ഇല്ലാതാക്കുക അത്രയും അവ്യക്ത രൂപത്തിൽ ബാബയെ കാണുക എന്നുള്ളതാണ്. ബാബയെ കാണുക എന്നുള്ളതാണ് അവ്യക്ത രൂപത്തിൽ. വ്യക്തമില്ല എങ്കിൽ പിന്നെ അവിടെ അവ്യക്തമായി, അർത്ഥം ബാബയെ കാണാൻ എളുപ്പമായി. മിഠിന കം തോ മിൽന ഭീ കം അതായത് സ്വയം താനെന്നുള്ള ബോധത്തെ കുറയ്ക്കുന്നില്ല എങ്കിൽ അത് എത്രയാണോ കുറയ്ക്കുന്നത് അതിനനുസരിച്ച് ബാബയുമായിട്ടുള്ള മിലനം ഉണ്ടാകുകയുള്ളൂ. അഗർ മേളെ മേ ഭി കോയി മിലൻ ന മനായേ അപ്പം ബാബ ചോദിക്കാം, മേളയിലും ആരെങ്കിലും മിലനം ആഘോഷിക്കുന്നില്ല എങ്കിൽ तो मेला समाप्त हो जाएगा फिर कब मिलन होगा. അപ്പോൾ മേളയിൽ തന്നെ ആരെങ്കിലും ബാബയെ മിലനം ചെയ്യുന്നില്ല എങ്കിൽ ബാബ ചോദിക്കുകയാണ്, മേള തന്നെ സമാപ്തമാകും, പിന്നെ മിലനം എപ്പോഴുണ്ടാകും? സ്നേഹക്കോ സമാനതാമേ ബദലി കർണ ഹെ സ്നേഹത്തെ സമാനതയിലേക്ക് പരിവർത്തനപ്പെടുത്തണം. അപ്പം ബാബ പറയാണ്, ബാബയുടെ സ്നേഹത്തിൽ കുട്ടികൾ പൂർണ്ണമാകണം. ആ സ്നേഹം ഉണ്ട് എങ്കിൽ ഞാനെന്നുള്ളത് അവിടെ ഇല്ലാതായിത്തീരുകയാണ്. അപ്പോൾ പിന്നെ ബാബ പറയാണ്, പിന്നെ അവ്യക്ത സ്ഥിതി വരാൻ എന്താണ് പ്രയാസം? ദേഹത്തിൻ്റെ ബോധമില്ല, ഞാനെന്നുള്ള ബോധം ഇല്ലെങ്കിൽ പിന്നെ ആത്മബോധമാണല്ലോ അവിടെ ഉള്ളത്, അവ്യക്ത ബോധമാണ്. അപ്പോൾ അവ്യക്ത ബോധത്തിൽ എപ്പോഴും ബാബയുമായിട്ടുള്ള മിലനം മാത്രമാണ് നടക്കുന്നത്. അപ്പം അങ്ങനെ ബാബയുമായിട്ട് എപ്പോഴും മിലനത്തിലിരിക്കണം. അപ്പോൾ സ്നേഹത്തെ സമാനതാമേ ബദലീക്കരണായി ആ സ്നേഹം ബാബയുടെ സമാനതയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ബാബയെ പോലെ ആയിത്തീരുന്നതിൽ ആ സ്നേഹം നമ്മൾ കൊണ്ടുവരണമെന്ന് പറയാം. അത്രയും സ്നേഹം വേണം. ഓം ശാന്തി.